ഈ മലയുടെ മോളെ കൊണ്ട് എന്തിനാ കല്യാണം വെച്ചിരിക്കുന്നത്? പെണ്ണിനും ചെറുക്കനും ഇഷ്ടമാണെങ്കിൽ പിന്നെ എവിടെ വെച്ച് കല്യാണം നടത്തിയാൽ എന്താ? നിശ്ചയം ജയ്പൂർ പാലസിലും കല്യാണം ബക്കിംഗ്ഹാം പാലസിലും വേണമെങ്കിലും വെച്ച് നടത്താം. ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ. ആ നമസ്കാരം നമസ്കാരം. വരൂ വരൂ. വെൽക്കം മരുമകനെ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ വരൂ വരൂ. എന്താ കല്യാണ പെണ്ണിനെ കാണാനില്ലെന്നോ? അളിയാ, കല്യാണ പെണ്ണ് ഒളിച്ചോടിയെന്ന്. എടാ വണ്ടി എടുത്തോണ്ട് പോയി നോക്കടാ എവിടെന്ന് വെച്ചാ. അളിയാ, ഞങ്ങളുടെ ആചാരപ്രകാരം നിശ്ചയത്തിന് കല്യാണ പെണ്ണ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? വേണമെങ്കിൽ നിശ്ചയത്തിന് മരുമകന് ഫോണിൽ സംസാരിക്കാം. അയ്യോ, ഇയാൾ പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. എന്താ ആചാരം? ഇതെന്റെ സഹോദരന്റെ മകളായിരുന്നെങ്കിൽ ഈ നേരെ ചെറുക്കന്റെ മടി കയറി ഇരുന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ അന്നേ ആ കല്യാണം വേണ്ടെന്ന് വെച്ചത്. ഓ മൈ ഗോഡ്. മരുമകന് ഇതിനിത്ര തിടുക്കം കൂട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പറയാം. അവനവിടെ നിന്ന് എന്തൊക്കെയോ പ്രാന്ത് പറയാ. ചെറുക്കൻ്റെ ഫ്രണ്ട്സ് ഒരു ലിമിറ്റും ഇല്ലാതെ വെള്ളം അടിച്ച് ബോധം കിട്ടി കിടക്കുക. ബാഡ് ഹാബിറ്റ്സ് എല്ലാവർക്കും ഉണ്ടാവും. ബാങ്ക് ബാലൻസ് കുറച്ച് പേരൊക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ട ബ്രാൻഡ് നോക്കി ബോട്ടിൽസ് അഴിച്ചേര്. ചേട്ടാ, നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യണ്ട. അവര് കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. കണ്ണ് കെട്ടിയ ശേഷം സൂര്യ നമസ്കാരം ചെയ്തിട്ടെന്താ? ഒരു നിമിഷം. ഹലോ, ആ പറഞ്ഞോളൂ നാത്തൂനെ. എടാ, നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്നത് കല്യാണമല്ല, ശേഷക്രിയയാണ്. ഹലോ, വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണല്ലേ? ഇനി 1 മണിക്കൂറിനകം നിന്നെ കൊന്നിരിക്കുമടാ. എവിടാ നീ? നിന്റെ മരണത്തില്. അളിയാ, എന്താ അളിയാ? ഞാൻ IG കണ്ടിട്ട് വരാം. നീ കല്യാണ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ഓ ശരിയല്ലേ. സാർ, നിങ്ങൾ ഗസ്റ്റ് ഹൗസിലല്ലേ? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കണം. ഞാനില്ലാതെ നിങ്ങൾ മാനേജ് ചെയ്യില്ലേ? എന്താടാ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവില്ലേ? ഹലോ, വാട്ട്? എങ്ങനെയാ നടന്നേ? ആരാ ചെയ്തേ? ഉത്തരം നിങ്ങളാ പറയേണ്ടത്. അവരുടെ ഗണ്ണ് ജാമായി, അതുകൊണ്ടാ എന്റെ അളിയൻ രക്ഷപ്പെട്ടത്. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാ. നിന്നെയൊക്കെ സെക്യൂരിറ്റി ആക്കിയത് ഞങ്ങളുടെ തെറ്റ്. സാറേ, നിങ്ങൾ ദേഷ്യപ്പെടല്ലേ? ഇനി ഞങ്ങൾ സെക്യൂരിറ്റി കുറച്ചുകൂടെ ടൈറ്റ് ആയിക്കോളാം സാർ. നിങ്ങൾ ടൈറ്റും ചെയ്യണ്ട, ലൂസും ചെയ്യണ്ട, ഒരു കോപ്പും ചെയ്യണ്ട. ഇങ്ങോട്ട് അയച്ച ആൾക്കാരെ ഞങ്ങൾ തിരിച്ചയച്ചേക്കാം. സാർ സാർ അളിയ, ഈ സെക്യൂരിറ്റിയെ നമുക്ക് തിരിച്ചയച്ചേക്കാം. നമുക്ക് നമ്മുടെ പിള്ളേരിറക്കി കളിക്കാം. ജീവൻ പോകുന്നത് വരെ അവർ നമുക്ക് വേണ്ടി പോരാടാൻ തയ്യാറാണ്. എന്നെ കൊല്ലാനുള്ള ധൈര്യവും ഞാൻ ചത്താനുള്ള ലാഭവും ആർക്കാണെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. ഭഗവാനെ, ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളെ ഈ ആപത്തിൽ നിന്ന് ആരാ രക്ഷിക്കുക? ആരുണ്ട്? 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 ആരുണ്ട്?
എടാ ഞങ്ങൾ ആരാന്നറിയാമോടാ? അറിയാം, പെൺകൊന്നന്മാര്. രാജ്, അൽവാൽ രാജ്, ഫാൻ ഓഫ് യഷ് രാജ്. ബോസിന്റെ പെണ്ണിന്റെ പുറകെ പോയി ലൈൻ അടിക്കോടാ. അടിക്കോടാ, അടിക്കോ, അടിക്കോ. അണ്ണാ ബഹളം വെക്കുന്ന എന്തിനാ? പതുക്കെ പറഞ്ഞൂടെ? അണ്ണന്റെ പെണ്ണിന്റെ പുറകെ നടക്കല്ലേ. ഞാൻ പിന്മാറുകയല്ല. ഏയ് അവനെ വിട്ടേര്. വിട്ടേക്കാം, പക്ഷെ അവന്റെ പെണ്ണിനെ വിട്ടേരില്ല. വിട്ടില്ലെങ്കിൽ എന്താടാ? എന്താണെന്ന്? എനിക്ക് മാത്രം റൊമാൻസ്, എന്റെ പിള്ളേർക്കെല്ലാം വയലൻസ്. മൈ ഡിയർ റൗഡീസ്, ഇപ്പൊ എന്ത് ചെയ്യടാ? ഓടിപ്പോകാം. ഇവനൊക്കെ എടുത്തിട്ട് ചവിട്ടിയാ അവസാന ഷേപ്പ് എന്താവെന്ന് എനിക്ക് പോലും അറിയില്ല. താൻ എന്നെ തല്ലുവാടോ? എടേ സൈദുരു അണ്ണാ, ഇവൻ നമ്മളൊക്കെ എടുത്തിട്ട് അടിച്ച് ഷേപ്പ് മാറ്റുമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ 1000 രൂപ തരും. ഇല്ലെങ്കിൽ ഞാൻ ഇവൻ 1000 രൂപ കൊടുക്കും. നിന്റെ മേൽ ബെറ്റ്. അടിയണ്ണ, അടിയണ്ണ, ഞങ്ങളെ അടിയണ്ണ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് 1000 രൂപ കിട്ടും. അണ്ണനൊന്ന് ആദ്യം അടി, എന്നിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ. അടിക്കണ്ണ, അടിക്ക്, അടി, അടി. അടി തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ നിർത്തില്ല. അയ്യോ അണ്ണ, അയ്യോ അണ്ണ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജീപ്പില് ഗുണ്ടകളെയും കൂട്ടി വന്ന് എന്റെ പിള്ളേരെ തല്ലിട്ട് അങ്ങ് പോവാന്ന് കരുതിയോ നീ? ഏയ് എടുക്കടാ 1000. അവന് കൊടുക്ക്. വാങ്ങിക്കടാ. പന്തയും കുതിരകളുടെ മേലാണ്, സിംഹത്തോടാവരുത്. ശരി അണ്ണാ. ഒറിജിനൽ തന്നെയാണോ അണ്ണാ ഇത്? ഗതയാണെങ്കിലും ഗണ്ണാണെങ്കിലും ഒറിജിനൽ വാങ്ങിക്കുന്നത് എന്റെ ശീലം. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഒരു തവണ എന്നെ നോക്കി ഒന്ന് ചിരിക്ക്, എല്ലാരും ഒന്ന് കണ്ടോട്ടെ. ശരി. പത്മ, പത്മ, ഇതെന്താണ്? ഭയ്യാ, ഒരാണിന്റെ വിജയത്തിന്റെ പുറകില് ഒരു പെണ്ണുണ്ടാവുന്ന കേട്ടിട്ടില്ലേ? അതുപോലെ 2 ആണുങ്ങളുടെ തല്ലിന്റെ പുറകിലും തീർച്ചയായിട്ടും ഒരു പെണ്ണുണ്ടാവും. പത്മ ശരിക്കും പറ, ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. ഇവനോ അവനോ? He's just friend. Love your friend. ലോട്ടറി അടിച്ചല്ലോടാ. ഓ മൈ ഗോഡ്, ക്ലാരിറ്റി ആയി ഭയ്യ. ഇത് നിനക്ക്, അവൾ അവന്. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ
ആ ഗിറ്റാർ, ഈ കോട്ട്, ആ പോസ്റ്റർ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എന്തായാലും അലുവാരാജ് തന്നെ, യേശുരാജ് തന്നെ. ഇത്രയും ഫിലോസഫി നിന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ എവിടെ നിക്കണ്ടവനാ? അത് കണ്ട് ആനന്ദിക്കാൻ എന്റെ വിധി. എന്റെ കുട്ടനല്ലേ? It's a crazy morning. It's a crazy life. No money, no love. Why is this life? ഏതവനും ഒരു സലാം കൊടുക്കൂ. പോരിനെന്നും വീരമേറും ശേഖവനൊരു സലാം കൊടുക്കൂ. ജീവിതത്തിൻ രണാങ്കണത്തിൽ മുന്നിലെത്താൻ ചുവടുകൾ വയ്ക്കൂ. മുകളിലെത്താൻ ആഞ്ഞു പിടിക്കൂ. പകിടയടവുകൾ അറിഞ്ഞിരിക്കൂ. മുറുകുന്ന കളമ്പ കടക്കാൻ അടിമുടി നമ്മൾ ഒത്തൊരുമിക്കൂ. അതിബുദ്ധി കടിമകളാകാതെല്ലാം എന്നും ഒത്തുപിടിക്കൂ. ആവേശ കൊടുമുടി കയറാൻ നീയും വായോ. മാറ്റുവിണ്ണി ചട്ടമെല്ലാം പാട്ടുമൂളാൻ മനസ്സേ ഉണരൂ. നാളെ നന്മ വരുവാൻ കനവ് കാണും മനസ്സേ ഉണരൂ. മാറ്റുവിണ്ണി ചട്ടമെല്ലാം പാട്ടുമൂളാൻ മനസ്സേ ഉണരൂ. നാളെ നന്മ വരുവാൻ കനവ് കാണും മനസ്സേ ഉണരൂ. ലെഫ്റ്റ് റൈറ്റും നോക്കണം. സ്ട്രൈറ്റ് വേയിൽ പോകണം. പടികളഞ്ഞ് പടികളേറാൻ എന്റെ കൂടെ പോരേണം. കടമയെന്നും ഓർക്കണം. ഒരുമയോടെ നീങ്ങേണം. ഇനിയുമേറെ പോകണം. ഈ ജന്മം സുന്ദരമാക്കാൻ ഹൃദയം നിറയെ നന്മ നിറയ്ക്കൂ. ഇനിയെല്ലാം നേടിയെടുക്കാൻ മനസ്സേ ഉണരൂ. മാറ്റുവിണ്ണി ചട്ടമെല്ലാം മാറ്റുവിണ്ണി ചട്ടമെല്ലാം പാട്ടുമൂളാൻ മനസ്സേ ഉണരൂ. നാളെ നന്മ വരുവാൻ കനവ് കാണും മനസ്സേ ഉണരൂ. കാലചക്രം തിരിയുന്നേ. കൂടെ എത്താൻ ഞാൻ വന്നേ. ഒപ്പമെത്താൻ നിന്റെ ഒപ്പം എന്നുമെന്നും ഞാനുണ്ടേ. ചീറ്റയെപ്പോൾ പായും നീ. തോറ്റിടാത്തൊരു വീരൻ നീ. കാറ്റുപോലെ വീശും നീ. വിജയത്തിൻ വിലങ്ങ് തടികൾ പകഞ്ഞു മാറ്റി ഇനി മുന്നേറൂ. ഇനിയെല്ലാം നേടിയെടുക്കാൻ മനസ്സേ ഉണരൂ. മാറ്റുവിണ്ണി ചട്ടമെല്ലാം മാറ്റുവിണ്ണി ചട്ടമെല്ലാം പാട്ടുമൂളാൻ മനസ്സേ ഉണരൂ. നാളെ നന്മ വരുവാൻ കനവ് കാണും മനസ്സേ ഉണരൂ. ഈ മഴയത്ത് ഞങ്ങളുടെ നാട്ടിലൊരുത്തൻ നാടൻ കോഴിയുടെ ബിരിയാണി കഴിക്കുന്നത് കണ്ടോ? അതാടാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. ബിരിയാണിയുടെ കൂടെ ഒരു പെഗും കൂടി വേണം. കറക്റ്റ്. എന്ത് പറയുന്നു പൂളകളെ? നീ തന്നെ പറ, ഈ മഴയത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാനെന്ത് പറയാനാ, നമ്മളിവിടെ ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ അടിപൊളി കാർ ഒരെണ്ണം വന്നങ്ങനെ നിൽക്കുന്നു.
വന്നോനെ. അപ്പൊ കാർ വന്നു നിന്നു. ഇനി ആ കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് ഒരു സുന്ദരി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇറങ്ങി മോനെ, ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. ഒട്ടും താമസിക്കേണ്ട രഞ്ജിത്ത്, അവളെ വളയ്ക്കാനുള്ള പ്ലാൻ തയ്യാറാക്ക്. എന്താ ഇത്? ആരാ നിങ്ങള്? കുറെ ഗുണ്ടകൾ എന്നെ തട്ടാൻ വരുന്നുണ്ട്. ഇത്തിരി നേരം ഒന്നും മിണ്ടാതെ നിൽക്കി. ഇതുവരെ കണ്ടതാണല്ലോ. നേരാണല്ലോ, അവര് തന്നെ അത്. നീ അത് കേട്ടോ? എന്നെ വിട്ട് പോവല്ലേ. വേണ്ട, എഴുന്നേക്കണ്ട, അവരിവിടെ തന്നെ ഉണ്ട്. എങ്ങനെ എഴുന്നേക്കും? താങ്ക് യു വെരി മച്ച്. നീ എന്റെ ജീവനാ രക്ഷിച്ചത്. ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സംതൃപ്തിയുണ്ട്. ശരി, ബൈ. എന്താ ഇത്? ഇവരല്ലേ കൊല്ലാൻ വന്നത്? കോംപ്രമൈസ്. കോംപ്രമൈസ് ആയി. എങ്ങനെ? അതെങ്ങനെയാണെന്ന് വെച്ചാ, തമ്മിൽ കൊന്നാൽ ആരും ജീവനോടുണ്ടാവില്ല. ബ്രഹ്മാവിന്റെ സൃഷ്ടിയെ ജനിപ്പിക്കുന്നത് അമ്മ. ക്ഷണഭംഗുരമായി ജീവിതം നടുറോട്ടി തമ്മിത്തല്ലി തീർക്കണോ? ഇത്തരത്തിലുള്ള ചൂടൻ ഡയലോഗുകൾ കുട്ടി ചിലപ്പോൾ സിനിമകളിലൂടെ കേട്ടിരിക്കാം. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് കോംപ്രമൈസ് ആവാൻ തീരുമാനിച്ചു. അല്ലടാ? സിനിമ ഡയലോഗ് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുക. കാണിച്ചു തരാം. കാണിച്ചു തരാന്നോ? എപ്പോ? എവിടെ? ചേച്ചി, മറ്റുള്ളവരെ നോക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണോ? നമ്മൾ തയ്യാറായിട്ട് അവരെ കൊണ്ട് നോക്കിക്കണോ? എന്റെ പൊന്നുമോളെ, ഇവനെന്താ ഈ ഫോണിൽ കിസ് ചെയ്യുന്നത്? എടാ, ഗേൾ ഫ്രണ്ട് ഫോൺ ചെയ്താ ഒരു കിസ് കൊടുത്തിരിക്കണം. അതാ എന്റെ രീതി. നീ ഇങ്ങനെ കുറച്ച് കൊടുത്തല്ലേടാ? പിന്നെ എത്ര പേർക്ക്? ഇന്നലെ കണ്ട പെണ്ണിനെ കണ്ടിരുന്നെങ്കിൽ കട്ട് കോൾ ആൻഡ് കിസ് ഗേൾ എന്ന ഗെയിം കളിച്ചോണ്ടിരിക്കായിരുന്നു. നിനക്കിപ്പോ മഴയാണോ വേണ്ടത്? ഇളയരാജയുടെ മാഡം, ഇത് നോ പാർക്കിംഗ് പ്ലേസാ. എന്തായാലും 5 മിനിറ്റ് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറയും. ഇപ്പോ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അവസ്ഥ എന്തായിരിക്കും ആർക്കറിയാം. ടെണ്ടുൽക്കർ, ഇങ്ങ് വാ. Well, this little man is the nearest thing to Bradman there's ever been. What a player he is. And he's going to finish this off quickly. Have a look at that shot. Oh, he's hit this one, Miles. Right shot. Oh, it's a big hit. നിനക്കോ ഫോണില്ല. ഏത് നമ്പറാ കൊടുത്തേന്ന് ഓർക്കടാ. അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ടെൻഷൻ അടിക്കുക. അതിതോ ഫാൻസി നമ്പർ ആയിരുന്നില്ലടാ. അത് 6666 ആണോ? ആ, അതെന്റെയാ. അതെ അതെ. കൂടെ വന്നത് അവൻ. കാറിന്റെ കണ്ണാടി പൊട്ടിച്ചത് അവൻ. കാർ ആ പെണ്ണിന്റേത്. എടാ, എന്തിനാണ് എന്റെ നമ്പർ കയറി കൊടുത്തത്? മേഡം, ആ വില കൂടിയ ഗ്ലാസ് പൊട്ടിച്ചല്ലോ മേഡം. ഹലോ, കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ചോ? അതെ അതെ. അപ്പൊ ഏടാ പെണ്ണിന്റെ ഫോണാ. ഹലോ, ഇവിടെ കാറ് പൊട്ടിയിരിക്കുന്നു. നമ്പർ കണ്ടു വിളിച്ചതാ. പൊട്ടിയതല്ല, പൊട്ടിച്ചതാ. വാട്ട്? എന്തിന്? നോ പാർക്കിംഗ് പ്ലേസിൽ കാർ പാർക്ക് ചെയ്തതിന്. പാർക്ക് ചെയ്തോണ്ട് തനിക്കെന്താ? നിന്റെ കാർ എന്റെ ജീവിതത്തിന് ഒരു തടസ്സമായി. അതുകൊണ്ട് അങ്ങ് പൊട്ടിച്ചു. പിന്നെ നമ്പർ എന്തിനാ വെച്ചിട്ട് പോയത്? ഇനിയും ഇങ്ങനെ കാർ പാർക്ക് ചെയ്താൽ ഇനി ബാക്കിയുള്ള ചില്ലും കൂടി പൊട്ടിക്കുമെന്ന് പറയാനാ. എന്റെ നമ്പർ ഒന്ന് ഫീഡ് ചെയ്തേക്ക്. അതിനുള്ള നമ്പറായത്. താങ്ക്സ് ഫോർ ദ തോന്നണ. ആടാ, ഞങ്ങളൊന്ന് പുറത്തു പോവാ. ഓ, ദേ അവള് വീണ്ടും അത് പൊക്കി പിടിച്ചോണ്ട് വരുന്നു. ഇപ്പൊ ഇത് എന്തിന്റെ മോളെ? 100 out of 100 uncle. എന്റെ അമ്മോ, I got it. ആ മണ്ടനും കൂടെ നീ ഇതൊന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു മോളെ. വെളിവ് കേട്ടോ. വാ മോളെ, വാ വാ വാ. Sweets. അങ്ങനെ നിക്കാതെ ഇവിടെ വന്നിരിക്കേ. ആശേ, നിനക്ക് എങ്ങനത്തെ ചെറുക്കനെ ഇഷ്ടം? പറഞ്ഞേ.
ഭർത്താവോ? യു മീൻ ഹസ്ബൻഡ്? എന്റെ ടൈം ടേബിളിൽ ഈ സബ്ജക്റ്റ് ഇല്ലല്ലോ. സ്മോക്ക് ചെയ്യരുത്, ഡ്രിങ്ക് ചെയ്യരുത്, എപ്പോഴെന്നെ ഉമ്മ വെച്ച് ഓർക്കുന്നവനായിരിക്കണം. എങ്ങനെ? ഫോർഹെഡിലാടാ. സന്ധ്യക്ക് വീട്ടിൽ വരുമ്പോ കയ്യിൽ മുല്ലപ്പൂ വാങ്ങിച്ചു വന്ന് എന്റെ തലയിൽ ചൂടി ഉമ്മ വെക്കണം. റിയലി? താങ്ക് യു. കേട്ടോ പാചകം അറിയണം. രാത്രി ആയാല് രാത്രിയില് എന്നെ പിഞ്ചു കുഞ്ഞിനെ പോലെ എടുത്ത് മടിയിൽ വെച്ച് ഉമ്മ തരണം. അത്രേ ഉള്ളൂ. അവനെങ്ങാൻ എന്റെ ഈ കൈ കിട്ടി പിന്നെ നമസ്കരിക്കണോടാ. അവന്റെ കൈ ഇങ്ങനെ പിടിച്ച് അടിച്ച് തല ഞാൻ പൊട്ടിക്കും. ഇരിക്കണേ അവിടെ. ഇനി നീ 100-ൽ 100 കിട്ടിയെന്നും പറഞ്ഞ് സ്വീറ്റ്സും മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാ പിന്നെ നീ എക്സാം എഴുതില്ല. നിന്റെ ഫൈനൽ എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് വരെ ഞാൻ അടിച്ചെടുത്താൽ അല്ല യെസ്. പിന്നെ നിന്റെ അമേരിക്കൻ ബ്രദർ വിചാരിച്ചാൽ പോലും ഈ വർഷം പരീക്ഷ എഴുതി 100-ൽ 100 മേടിച്ച് ലഡ്ഡു വിതരണം ചെയ്യുന്ന കാര്യം നടക്കില്ല. യെസ്. ഹലോ, ഞാനിവിടെ വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുക. I will call you back. ആരാടിയത്? നിന്റെ ഫ്രണ്ടാ? ഏത് കോളേജിലാ? നീ മിണ്ടാതിരി. ഞാൻ എന്റെ ആന്റിയോട് സംസാരിച്ചേ. നിന്നോട് ഞാൻ എന്തിനാ അത് പറയുന്നേ? അയ്യോ, നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. പറയാ ഞാൻ. അവൾ എന്റെ ഫ്രണ്ടാ. ആളിയാ, ആ കോളേജിന്റെ പേരൊന്ന് നോട്ട് ചെയ്തേക്ക്. പറഞ്ഞേ. സെന്റ് ഫ്രാൻസിസ് കോളേജ്. Thank you, Jesus Christ. നീ എന്തിനാ വന്നേ? നിന്റെ ഫ്രണ്ടിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വന്നതാ. ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നിനക്ക് ഹോൾ ടിക്കറ്റ് വേണ്ടേ? യെസ്. അതെ, നീ അവിടെ നിന്നിട്ട് അവളെ പുറത്തെടുത്ത്. എന്ത് കഷ്ടം ഇത്, പ്ലീസ്. ഇടിപ്പിച്ചാശേ, മനുഷ്യൻ വിചാരിച്ച നടക്കാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ലെന്ന് അബ്ദുൽ കലാം വരെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനൊരു ഉപഗ്രഹം അയച്ച് ചൊവ്വ വരെ എത്തിക്കാമെങ്കിൽ എന്റെ ഈ കൈ അവളുടെ അടുത്ത് എത്തിക്കാൻ ഇത്ര പ്രയാസോ? ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ. അയ്യോ, അങ്ങനെ എന്റെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. നിന്റെ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ചത് ഞാനാ. ചക്കരെ എന്ത് ചെയ്താ ഇവിടെ വിട്ടു പോകുന്നു പറ. തരാം. ഒരു ഫോട്ടോ തന്നേക്ക്, പിന്നെ ഞാൻ തിരിഞ്ഞു നോക്ക പോലുമില്ല. ഫോട്ടോയോ? ഫോട്ടോ എന്തിനാ? കൊടുത്തേക്ക്. ഒഴിഞ്ഞു പോകുന്നെങ്കിൽ പോട്ടെ. താങ്ക് യു. ഡേയ് വാടേ. ഓ, ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്ന് പോസ് ചെയ്യണേ പ്ലീസ്. ശരിയാക്കി തരാം. എന്താ ചേർന്ന് നിൽക്കണമെന്നോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോ. ഫോട്ടോ നന്നാവാൻ വേണ്ടി ഒന്ന് നിന്ന് കൊടുത്തേക്ക്. നിന്റെ കാല് ഞാൻ പിടിക്കാം. ആ ശരി, കൈവച്ചേക്കാം. എന്റെ അച്ഛനും അമ്മയും ഫോട്ടോ കണ്ടിട്ട് നിനക്ക് പറ്റിയ പെണ്ണ എന്താ കൂട്ടിക്കൊണ്ടുവരാത്തെന്ന് ചോദിച്ചു. എന്നാ അവരേക്ക് ഒന്ന് കാണാൻ വരുന്നേ? Don't act too smart. I don't need to act. I'm already smart. എങ്ങനെ? ഞാൻ അത്രക്കാരിയല്ല. ഞാനും അത്രക്കാരനല്ല. 1000-ൽ 1 പോലും കിട്ടില്ല. Only 1 piece available. നീ എടുത്തോ. ഫൈനൽ ആയിട്ടൊന്ന് പറ, മനുഷ്യന് ശാരീരിക തൃപ്തിയാണോ മാനസിക തൃപ്തിയാണോ മുഖ്യം? നിങ്ങളോടാ. കമോൺ പറയൂ, ശാരീരികമോ അതോ മാനസികമോ? അയ്യോ, എനിക്ക് ശരീരത്തിനെ തൃപ്തിപ്പെടുത്തി മനസ്സിനെ സന്തോഷിപ്പിക്കണം. ഡിസ്ഗസ്റ്റിംഗ്. ഒന്ന് നിക്കുമോളെ, സൃഷ്ടി ധർമ്മം.
നമ്മൾ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഓരോരുത്തരെയും ചെക്ക് ചെയ്ത് വേണം അകത്തേക്ക് വിടാൻ. ഇൻവിറ്റേഷന്റെ കൂടെ ഈ ആക്സസ് കാർഡ് കൂടി കൊടുക്കണം. ഇതില്ലാത്ത ആരെയും അകത്തേക്ക് വിടരുത്. ഈ കാർഡില്ലെങ്കിൽ വിവാഹ ചെറുക്കനെ പോലും അകത്തേക്ക് വിടാൻ അനുവദിക്കരുത്. എന്റെ പള്ളി എന്തൊരു ബുദ്ധി! എന്തിനാളിയാ ഇതൊക്കെ? എനിക്ക് ബിസിനസ്സിൽ കുറെ ശത്രുക്കളുണ്ട്. മോശക്കാരുടെ കയ്യിലും പണം കാണും. അങ്ങനെ എന്നാൽ കാശുള്ളവരൊക്കെ ദുർമാർഗികളാണോന്നില്ലല്ലോ. എന്റെ ഇളയ മകളാ. യെസ്, പറമോളെ. ഞാനിവിടെ വല്ലാത്ത പ്രോബ്ലത്തിലാണ് അച്ഛാ. ഒരുത്തൻ എന്നെ ശല്യം ചെയ്തോണ്ടേയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതാണ് വിളിച്ചത്. സാരമില്ല മോളെ, ഞാൻ നോക്കിക്കോളാം. ചേച്ചി എവിടെ? ആ, ഒരു മിനിറ്റ്. ഹലോ, എന്താടി മണവാട്ടി, എങ്ങനുണ്ട്? എനിക്ക് സുഖാണ് ഡാഡി. മാരേജ് അടുത്ത് വരുന്നു. നീ എത്രയും വേഗം ഇവിടെ എത്തണം, മറക്കണ്ട. എത്തിയേക്കൻ ഡാഡി. എടാ, ഇളയവളെ ആരോ ശല്യപ്പെടുത്തുന്നുണ്ട്. എത്രയും വേഗം അവനെ പോക്കണം. അവിടെയുള്ള നമ്മുടെ പിള്ളേരോട് പറഞ്ഞു വെക്കുക. തട്ടിക്കളയാനാ? അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കോളേജ് പയ്യന്റെ കയ്യോ കാലോ വെട്ടിയേക്ക്. എന്ത്? മോളെ പീഡിപ്പിക്കുന്നവരുടെ കാലെടുക്കുമെന്നോ? ഇതെന്റെ ജഗന്നാഥനായിരുന്നെങ്കിലേ എന്താ ചെയ്യാന്നറിയോ? ഇത്ര ചെറിയ കാര്യത്തിന് തലയെടുക്കാനാണെങ്കിൽ ഇത് പറയാൻ നിന്റെ കഴുത്തിൽ തലയുണ്ടാവും. ഒരു ലൈറ്റർ എടുത്തോ. എനിക്ക് ലൈറ്ററാ വേണ്ടത്. അത് ലൈറ്ററായിട്ട് കണക്കായിക്കോ. ഇക്കണക്കിന് ലൈറ്റർ ഇല്ലെങ്കിൽ നീ പന്തം കത്തിച്ച് കൊടുക്കുമല്ലോടാ. എന്താ മോളെ, വീട്ടിലെ വല്ല പ്രശ്നമുണ്ടോ? ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യാൻ മനസ്സ് മാറിയോ? പെണ്ണുങ്ങളെ ശല്യം ചെയ്യാ, പീഡിപ്പിക്കുക, ഇതൊക്കെയാണ് തന്റെ ഹോബി. ഇത് പീഡിപ്പിക്കലല്ല മോളെ, നമ്മുടെ സ്വീറ്റ് ഡ്രീംസ് അല്ലേ. നമ്മൾ കല്യാണം കഴിച്ച് കുട്ടികളായി, അവർക്ക് കുട്ടികളായി, ഫാഷൻ ടി വി വിട്ട് ഭക്തി ചാനലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഒരു പേരക്കുട്ടി നിന്റെ അടുത്ത് വന്ന് മുത്തശ്ശി 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 മുത്തശ്ശിയുടെ ലവ് സ്റ്റോറി ഒന്ന് പറയുമെന്ന് ചോദിച്ചാ പറയാൻ ഇങ്ങനെയുള്ള സ്വീറ്റ് മെമ്മറീസ് വേണ്ടേ? അതിനാ സ്വീറ്റ് മെമ്മറീസ് കോൺസെപ്റ്റ് ഭംഗിയായിട്ടുണ്ട്. നിങ്ങളുടെ പേരക്കുട്ടി ഒരു പെണ്ണിന്റെ പുറകെ പോയാ അവനെ വിളിച്ചിരുത്തി ഇങ്ങനെ ചെയ്യരുതെന്ന് പറയോ? അതോ അങ്ങനെ ചെയ്ത ജനങ്ങൾ നിന്റെ കൈയും കാലം തല്ലിയൊടിക്കുമെന്ന് പറയോ? തനിക്കൊരു സ്വീറ്റ് മെമ്മറി വേണ്ടേ? അങ്കിൾ, സൂര്യ അങ്കിൾ. ഞാൻ സൂരി, കൊടുവാൾ സൂരി. ഇവനാ അങ്കിൾ. അങ്കിളോ? എന്തോന്ന് അങ്കിള്? സെക്യൂരിറ്റി ഒന്നോനെ അങ്കിളൊന്നോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്താ? എന്താടാ, എന്നെ കണ്ണു പെട്ടില്ലേ നിനക്ക്? എങ്ങനെയുണ്ട് നിന്റെ ബിസിനസ് ഒക്കെ? നിന്നെ കുറിച്ച് കുറെ കംപ്ലൈന്റ് കേട്ടല്ലോ ഞാൻ. എടുത്തിട്ട് പൂശണ്ടല്ലോ. പൈറേറ്റഡ് CD വിൽക്കുന്നവനെ പോലുണ്ടല്ലോ. ആരവൻ? എന്തോന്ന്? ഞാൻ ആരെന്നോ? ഈ കൊടുവാൾ സൂര്യ അറിയാത്തവൻ സൂര്യന് താഴെ ഉണ്ടാവില്ല. അറിയണോ നിനക്ക്? അല്ല, ഈ രണ്ട് പാർട്ടിയും പരസ്പരം പരിചയപ്പെടുത്താൻ ഒരുങ്ങാതെ ഈ സെറ്റിൽമെന്റ് എങ്ങനെ നടക്കുന്ന വിചാരിക്കുന്നത്? നെവർ. ആ, ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാമെങ്കിൽ അതും കൂടെ ചെയ്തൂടെ എനിക്ക്? ഫോൺ വെക്കടിയോടെ. എടാ, എങ്ങനെ ചെയ്യാനാ? കേട്ടോ, ദോഷം പറയരുതല്ലോ. ഈ കൊടുവാള് ഞങ്ങളുടെ നാട്ടിലെ 104 104 എന്ന് വെച്ചാ പനി പിടിക്കും. എന്റെ പേര് കേട്ട വിറയ്ക്കും. കൊടുവാളാ ഞാൻ. ഈ കുഞ്ഞേർക്കിന്റെ അടുത്ത് എന്ത് പറഞ്ഞാൽ അങ്ങനെ വല്ലവനുമൊക്കെ എന്നെ കുഞ്ഞ് കുഞ്ഞ് എന്ന് വിളിച്ചാൽ തുണ്ടമാക്കി കളയും ഞാൻ. പക്ഷെ അങ്ങനെ വിളിക്കാൻ അർഹതയുള്ളവൻ വിളിച്ചാൽ അത് ഞാൻ അഭിമാനത്തോടെ കേൾക്കും. കണ്ടില്ലേ അവന്റെ അഹങ്കാരം? നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, ഇനി അവൻ എന്റെ പുറകെ വരരുത്. അപ്പൊ ഫിനിഷ് ചെയ്താലോ? എങ്കിൽ പണി തുടങ്ങിക്കള. ഏയ്, ഇവൾക്ക് വേണ്ടിയുള്ള പാട്ടായാലും ഫൈറ്റായാലും എന്നെ സംബന്ധിച്ച് അത് സ്പെഷ്യലാണ്. പാവം ചത്തുപോവോ അവൻ. അങ്കിൾ പ്ലീസ് വിട്ടേക്ക്. മാഡം പറഞ്ഞു കേട്ടില്ലേ? കാലെടുക്കടാ. തന്റെ പുറകെ ഞാൻ കുറച്ച് നടന്നതല്ലേ. എന്നോട് നിനക്ക് ഇത്തിരിയെങ്കിലും ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിട്ടാ നിന്റെ ബോഡി ഗാർഡ്സിന്റെ ഞാൻ തല്ലു വാങ്ങിയത്. അയ്യോ പാവം ചത്തുപോ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്ത് ക്യൂട്ടായിരുന്നോ കാണാൻ. ഈ ഒരു ഒറ്റ ടീച്ചർ അവന്മാരെ ഒരു പിക്ചർ മുഴുവൻ കാണിക്കാം.
കാണിക്കുന്നേ? എല്ലാവരും ഐക്യത്തോടെ അവനൊന്ന് പിടിച്ച് നട്ടല്ലൊടിക്കടാ. ഞാൻ അടിച്ചില്ലടാ, അടിക്കാൻ പോകുന്നു. Are you student? Student. ആഹാ, ഏത് കോളേജില്? എംഎഡ് കോളേജ്. എംഎഡ് എന്ന് പറഞ്ഞ കോളേജിന്റെ പേരാണോടാ? എന്താടാ ഇനി തരണോ? അയ്യോ, എന്തൊരു ഫൈറ്റ് ആണിത്. ഈ ഓരോ ഇടിക്ക് 50 മെഗാടൺ വെയിറ്റ് അല്ലേ? എന്നാൽ ഇച്ചിരി കടന്ന കൈയായി പോയി. ഫൈറ്റ് പഠിക്കാൻ വന്ന അപ്രന്റീസ് പിള്ളേരാണേ ഇവര്. നോക്കൂ, സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നിന്റെ പേര് തന്നെ 104 എന്നല്ലേ പറഞ്ഞത്? ആരാത് പറഞ്ഞത്? ആ ചെറ്റല്ലേ? അങ്ങനെ ആരെങ്കിലും 104 എന്ന് പറഞ്ഞ് ഊതി ഈർപ്പിച്ച ഞാൻ വീർക്കോ? ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുത്തുകളാനിയ. അല്ല കൊച്ചെ, ഫൈറ്റിംഗ് അറിയാവുന്ന തല്ലാനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? ഇതൊക്കെ നേരത്തെ പറയണ്ടേ, എന്നാ ഞാൻ വരുവോ? ഇനി ആൾക്കാർ കൂടുതൽ വന്നാലും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇതുപോലുള്ള 100 എണ്ണത്തെ അവസാനിപ്പിക്കാൻ ഞാൻ വിചാരിച്ചാ പറ്റും, പക്ഷെ എന്റെ പ്രേമത്തെ അവസാനിപ്പിക്കാൻ പറ്റില്ല. മാർട്ടിൻ, എന്താടാ? വണ്ടി എടുക്കടാ. വന്നു. ഐ എം സോറി ആകർഷ. ഈ പ്രേമം എന്ന് പറയുന്നത് കാറ്റും കടലും പോലെയാ. അതിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. നമ്മളെ ചിലപ്പോൾ ഉള്ളിലേക്കാ കൊണ്ടുപോകുക. അങ്ങനെയുള്ള ആ പ്രേമത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ചെന്ന് പെട്ടത് തെറ്റായിപ്പോയോ? നിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയാണ് അളിയാ അവളെ ഇംപ്രസ് ചെയ്യിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? അപ്പൊ നീ അവളെ സീരിയസ് ആയിട്ട് പ്രേമിക്കുന്നില്ലെന്നാണോ പറഞ്ഞു വരുന്നേ? എന്താ രാഘവ, അവളുടെ അടുത്ത് ചെന്ന് അവളുടെ ഉള്ളിലേക്ക് വേണ്ടടാ. മനസ്സറിയുന്ന കാര്യമാടാ, ആഴത്തിലേക്ക് പോകണ്ട. ഇനി എങ്ങാനും അവളുടെ ഇഷ്ടം എന്താണെന്ന് അറിയാം. അവളുടെ ഡയറി അടിച്ചു മാറ്റിയാ പോരെ? ഡെയിലി ഡയറി ഇടുന്ന ശീലമുണ്ട് അവക്ക്, അതെനിക്ക് അറിയാവുന്നേ. ഒരു ചില്ല് ബീർ പൊട്ടിക്കടാ. എന്ത് സന്തോഷമുള്ള വാർത്തടാ ഇത്. നിനക്കും ഇങ്ങനെ ഐഡിയ വരൂടാ ചില നേരത്തൊക്കെ. ഇതിൽ പിടിച്ച് കേറൂടാ ഞാൻ. ഇനി സമയം കളയാനില്ല രഞ്ജിത്ത്. അവളെ റൗണ്ട് അപ്പ് ചെയ്ത് ആ ഡയറി 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 ആ ഡയറി ഹലോ, ആ ഞാനാ കംപ്ലൈന്റ് ചെയ്തത്. ഇന്റർനെറ്റിന് സ്പീഡ് കുറച്ച് കുറവാണല്ലോ. അപ് ടു ഡേറ്റ് ആക്കണ്ടേ? ആ ഇന്റർനെറ്റിന്റെ പയ്യൻ വന്നോടാ? വന്നു ബേബി. ആ വന്നിട്ടുണ്ട് നീ വന്നിട്ടുണ്ട്. തന്നെയല്ലേ? ആ ശരി, ഞാൻ വിളിച്ചു പറയാം. പിന്നെ ഡോർ അടച്ചേര്, ഏതെങ്കിലും കള്ളന്മാര് വന്ന് കയറും. ആ മച്ചാനെ, ഡയറി.
ആഹാ, ഇത് കൊള്ളാം. ടൈറ്റിൽ നന്നായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നല്ല സമയം വാതിലിൽ മുട്ടും, ചീത്ത സമയം അവനവന്റെ തീരുമാനങ്ങളിൽ നിന്നുണ്ടാകും. ഡയറി അല്ലേ? ഏതൊരാണിന്റെയും വിജയത്തിന് പിന്നിൽ ഒരു പെണ്ണുണ്ട്. അത് അത്ര അങ്ങോട്ട് ശരിയല്ല. അവരെ കൊണ്ട് തെണ്ടിയാണങ്ങളാ കൂടുതൽ. ഫിലോസഫി ഒക്കെ പറയുന്നു. നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് പോ. എന്റെ സ്വപ്നങ്ങളിലെ രാജകുമാരൻ കുതിരപ്പുറത്ത് വരണം, ചട്ടങ്ങളെ എതിർക്കണം. ചന്ദ്രന്റെ വെളിച്ചത്തിൽ അവൻ എന്നെ നക്ഷത്രങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അയ്യോടാ, ഇത് എന്തൊരാഗ്രഹമാ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഞാൻ ചിലതൊക്കെ ചെയ്യും. അവൾ അതിൽ വീഴുകയും ചെയ്യും. അവക്ക് അത് തന്നെ വേണം. കാണുന്നില്ലല്ലോ, എവിടെ വെച്ചോ എന്തോ. ഈ വീട്ടിൽ ആർക്കും ഒരു ആപത്തുമില്ല, നന്നാവത്തുമില്ല. എന്ത് പറ്റി ബേബി? പോയി എന്റെ പ്രാണൻ, എന്റെ സർവസ്വം, എന്റെ ജീവിതം മൊത്തം പോയി. എന്ത് പറ്റിയെന്ന് പറ. എന്റെ ഡയറി, എന്റെ സ്വപ്നങ്ങൾ. ആ ഡയറി എവിടെ വെച്ചോ എന്തോ. ഈശ്വരാ. എന്റെ രാജകുമാരൻ കുതിരപ്പുറത്ത് എഴുന്നള്ളുന്നു. ബേബി, എന്തിനാ ഇവിടെ ഇറങ്ങിയത്? വരൂ രാജകുമാരാ, വരൂ വരൂ. വാ നിർത്ത്. ഇറങ്ങ് രാജാവേ, ഇറങ്ങ്. ക്വാർട്ടർ അടിക്കാൻ പൈസ ഇല്ലാതിരിക്കായിരുന്നു, കറക്റ്റ് സമയത്താ എത്തിയത്. ഇതിന്റെ ലൈസൻസ് എവിടെ? RC ബുക്ക് എവിടെ? പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എവിടെ? ഇതൊരു പെറ്റി കേസിലൊന്നും ഒതുങ്ങിയില്ല മോനെ. Courageous gentleman. അവൻ എന്റെ സ്വപ്നമാണ്. വേണ്ട മുത്തശ്ശി, അവൻ ആള് ശരിയല്ല. എനിക്ക് നന്നായി അറിയാവനെ. അറിയാമോ? അവനെ എനിക്ക് കാണണം. ബേബി, I want that cute little hot boy. എനിക്ക് അവനെ കാണണം മോളെ. പ്ലീസ് പ്ലീസ്. ദിവസം തോറും ഇവൾക്ക് ഗ്ലാമർ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആകർഷം വന്നടാ. എന്റെ പ്ലാൻ വർക്കൗട്ട് ആയെന്ന് തോന്നുന്നു. നീ സൈലന്റായിരിക്കും. പ്രവീൺ, അവൾ അടുത്തെത്തി നീ മൂപ്പിച്ചു. ഓക്കെ. ഈ കുതിരസവാരി എന്തിനാ? ഇങ്ങനെ പഴയ പാട്ട് പാടുന്ന എന്തിനാ? എന്താടാ ഇത്? ദിവസം തോറും ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ആകർഷയില്ലാത്ത ജീവിതത്തിന് എന്ത് കളറാടാ? അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാ. അതിനുവേണ്ടിയല്ലേ ഞാൻ ഈ റോഡ് മുഴുവൻ കുതിരയെ ഓടിച്ച് നടന്നത്. അതിനൊരു ഗുണം ഉണ്ടായില്ല. കുതിരയുടെ ലൈഫും പോയി. എക്സ്ക്യൂസ് മീ. നോക്കടാ, ആരോ വിളിക്കുന്നുണ്ട്. നിങ്ങളെ തന്നെയാ? ആ റേഡിയോ ഓഫാക്ക്. എനിക്ക് ഏതാണ്ടൊക്കെ തോന്നുന്നുണ്ട്. നീ എന്തിനാ തിരിച്ചു വന്നത്? ഞാൻ അകന്ന് മാറിയതല്ലേ. അയ്യോ, അങ്ങനെ പറയരുത്. നിങ്ങൾ എന്റെ വീട്ടിൽ വരണം ഡിന്നറിന്. എന്തിനാ വിഷം വെച്ച് എന്നെ കൊല്ലാനാ? അയ്യോ, അന്നാ റൗഡികളെ കൊണ്ട് ഫൈറ്റ് ചെയ്തത് വർക്കൗട്ട് ആയില്ലല്ലേ, അതുകൊണ്ടായിരിക്കും. പ്ലീസ്, ആ കാര്യം മറന്നേക്ക്. നിങ്ങൾ കുതിര ഓടിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ കുതിര ഓടിച്ചതും ട്രാഫിക് പോലീസിനോട് എതിർത്ത് സംസാരിച്ചതും ഒക്കെ അതെ അതെ, അതെനിക്ക് മനസ്സിലായി. നിന്റെ വീട്ടിലേക്ക് ഡിന്നറിന് വരണം, അത്രയല്ലേ ഉള്ളൂ. ആക്ച്വലി എന്റെ മുത്തശ്ശി. അയ്യോ, നീ പാചകം ചെയ്താലെന്താ, നിന്റെ മുത്തശ്ശി പാചകം ചെയ്താലെന്താ? അതല്ല, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ചാ പോരെ ചക്കരേ. താങ്ക്സ്. തീർച്ചയായും വരുമല്ലോ. നിങ്ങൾ വന്നില്ലെങ്കിൽ മുത്തശ്ശി വിഷമിക്കും. അയ്യോ, ആ പെണ്ണെന്തിനാടാ മുത്തശ്ശി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? അമ്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന പിള്ളേർക്ക് മുത്തശ്ശിയുടെ അടുപ്പം കൂടും. ഇറ്റ്സ് എ ഫാമിലി അറ്റാച്ച്മെന്റ്. യാർ സിനിമ കാണാറില്ലേ? അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ട വെണ്ണിൻ മുത്തശ്ശി ചുട്ടതിവിടെ മരുമോനുക്കായ് മരുമോനുക്കായ്.
തീർച്ചയായിട്ടും അവൻ വരുവോ? വരാതിരിക്കോ? മുത്തശ്ശിയെ പിടിച്ച അണയിട്ടതാ. വരട്ടെ. അവൻ എന്നോട് സ്നേഹം ഉണ്ടാവുക. ഉണ്ടാവും എന്റെ ബേബി. അതെ, അത് അവൻ തന്നെയാണ്. എക്സ്ക്യൂസ് മീ, പ്ലീസ് കം. ഇരിക്കൂ. റെഡി ആയിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റ്സിനുള്ളിൽ വരും. കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുക്കട്ടെ? ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തിയത് നന്ദി. എന്റെ മുത്തശ്ശി ശ്യാമലി, ബേബി ശ്യാമലി. നോക്ക്, നിനക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്? എനിക്ക് വേണ്ടിയോ? എന്തിന്? എങ്ങനെ? നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുണ്ടോ എന്റെ ഡ്രസ്? എന്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുണ്ടോ? അതെന്തിനാ? അതെ, എന്റെ മുത്തശ്ശി 1942 മുതൽ ഒരു ലവ് സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുക. ആ ഡയറി ഈയിടെ മിസ്സായിപ്പോയി. ഓ, അതെ, അതിന് എന്റെ സ്വപ്നം ഒന്ന് പേരും വെച്ചതാ. പാവം. ഓക്കേ ഓക്കേ. നോട്ട് ഓക്കേ, നോട്ട് ഓക്കേ. ഡയറി മുത്തശ്ശിയുടെ എല്ലാം നീ തന്നെ പറഞ്ഞാൽ എങ്ങനെയാ? ഡയറി പോയത് പോട്ടെ, അതിലുള്ള ഡ്രീം ബോയ് ആയി എനിക്ക് നിങ്ങളെ കിട്ടിയല്ലോ. യു ആർ മൈ. എന്താ മുത്തശ്ശി ഇത്? വൈകുന്നേരം കാണുമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല ഡിസ്കോക്കോ ഡിന്നറിനോ ആയിരിക്കും. ഇങ്ങനെ അമ്പലത്തിലേക്കാണെന്ന് അറിഞ്ഞില്ലല്ലോ. എന്തു പറയാനാ, ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവിടെ അപ് ടു ഡേറ്റ് ആവുന്നേ ഇല്ല. ഞാൻ എന്ത് ചെയ്യാനാ? മുത്തശ്ശി, എന്നെയും കല്യാണത്തിന് കൊണ്ടുപോണേ. നീ വന്നിട്ട് എന്ത് ചെയ്യാനാ? നീ വിവാഹം കഴിഞ്ഞു പോയാൽ എനിക്ക് പിന്നെ നിന്നെ കാണാൻ പറ്റില്ലല്ലോ. ഐ ആം ഗോയിങ് ടു മിസ് യു. എന്ത്? നീ എന്നെ മിസ് ചെയ്യുന്നോ? അങ്ങനെ അങ്ങ് സുഖിപ്പിക്കല്ലേ. മുത്തശ്ശി, ഒന്നിങ്ങ് വരാവോ? മുത്തശ്ശി, എന്തു പറ്റി? ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. 1 2 3. കണ്ടില്ലേ മുത്തശ്ശി, എത്ര വലിയ ആപത്തിന്ന് രക്ഷപ്പെട്ടതെന്ന്. അതുകൊണ്ട് ഞാനില്ലാതെ വിവാഹത്തിന് പോകാൻ സമ്മതിക്കില്ല. ഈ പൊട്ടികൾ എന്ത് ചെയ്യാനാ? ഞാനാ രക്ഷിക്കാൻ പോകുന്നത്. ഓവർ സ്മാർട്ട് ആവല്ലേ. കല്യാണ പെണ്ണ് ഞാനാ. ഞാൻ വിളിക്കാതെ നീ എങ്ങനെ പറഞ്ഞേ? ഓർഡർ ചെയ്തു, ഞാൻ ഇപ്പോ വരാം. വാ വാ വാ, എന്തൊരു ചൂടാ. 2 cocks. സോറി ബേ. Come, baby. Have a sip. Good.
എല്ലാരും ചെക്ക് ചെയ്യേ. ശരി. പൊക്കോളൂ, ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് വരാം. ആ ശരി. ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തുന്ത്. സാർ കാർഡ് സാർ. ഹലോ, മേ കോൻ ഹേ മാലും. സോറി സാർ, ആസസ് കാർഡ് ഇല്ലാതെ ആരെ കത്തിക്കൊണ്ടിരുന്ന ഓർഡർ. എന്തോന്നിത് VIP-കൾക്കും പാസ്സാവും. നമ്മളവിടൊക്കെ എൻട്രി കടയൊക്കെ യവനായി. ഇനി ഭക്ഷണം കഴിക്കാൻ നേരത്ത് റേഷൻ കാർഡ് എടുത്തോണ്ട് വരാൻ പറയോ അമ്മമാരൊക്കെ. എക്സ്ക്യൂസ് മീ സർ. സർ കാർഡ് സർ. സോറി സാർ, ആസസ് കാർഡ് ഇല്ലാതെ ആരെ കത്തിക്കൊണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. സോറി. രാമു, ഹലോ രാമു നിക്ക്. സോറി രാമു, പ്ലീസ് കം. സോറി പ്ലീസ്. വെൽക്കം. വരൂ പ്ലീസ്. നോ, ഇറ്റ്സ് ഓക്കേ. മോനെ കണ്ടിട്ട് മിടുക്കനാണല്ലോ. നല്ലൊരു പെണ്ണിനെ നോക്കാമായിരുന്നില്ലേ? നല്ല കല്യാണം നടക്കാൻ പോവല്ലേ? എനിക്കറിയില്ലേ, ജഗജാല കില്ലാടിയല്ലേ പയ്യൻ. താങ്ക്സ്. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തിനാ അങ്കിൾ അങ്ങനെയൊന്നും പറയണ്ട. നീ രക്ഷിച്ചത് എന്റെ മോളെയല്ല, എന്റെ പ്രാണനെയാണ്. എന്താ ഈ പറയുന്നേ? പെണ്ണിനെ കേറി പിടിച്ചവനെ കൊല്ലാതെ വെറുതെ വിട്ടു വന്നിരിക്കുന്നു. ഇനി അവനെ കണ്ട കൊന്നിരിക്കും ഞാൻ. അവനോട് സംസാരിക്കാൻ നിൽക്കാതെ വന്ന് ഫ്രഷ് ആവ്. പട്ടുസാരിയിൽ പൊതിഞ്ഞു പട്ടുമേനി കന്നിരുന്നു പക്കമേള പാട്ടു കേട്ടു നൃത്തമാട്. ഹോയ് മാലയിൽ കൊരുത്തു വെച്ച മുത്തുപോലെ ഒത്തുചേർന്നു ഒട്ടി ഒട്ടി ഒന്നു ചേർന്നു നൃത്തമാട്. ചന്തമുള്ള ചന്ദനം കടഞ്ഞെടുത്ത പെണ്ണെ, ഇന്ദ്രനിലരാവുകൾ വിരുന്നുമായി വന്നേ. ചെമ്പകത്തിടം പെടുത്തു വന്നു നിന്നതെന്തേ, ചേങ്ങില ചിലങ്ക കെട്ടിയാടിടുന്നതെന്തേ, ഓർത്തിടുന്നതെന്തേ, കൂത്തിടുന്നതെന്തേ, സ്വപ്നമഞ്ചലേറി വന്നു നിന്നെ ഇന്ന് സ്വന്തമാക്കുവാൻ. കാത്തിരുന്നു കാത്തിരുന്നു കാലമേറെയായി നിന്നെ താലി കെട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. ചേർത്ത് വെച്ച പൂങ്കിനാക്കൾ കൊണ്ടു നല്ല മാല കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. പൊന്നുപോലെ നോക്കുമോ എന്നെ നീ, മിന്നുനൂല് കെട്ടി നല്ല തങ്കമായി നോക്കിടാ. കിന്നരിച്ചു വന്നെടുത്ത ഗായക, പാതി പെയ്ത മാറി പോലെ നാണമുള്ള കൺമണി. തേടി വന്നിരുന്ന നെടുവാതിൽ പളികൾ തുറന്നു വച്ച് നിന്ന ചന്ദ്ര. മാടി മാടി എന്നെ നീ ഓടി ഓടി വന്നിടാൻ വിളിച്ചിടുന്നതെന്തു സുന്ദര. ചിരിച്ചു കൊഞ്ചുന്നിതാ, നിനക്ക് തരുന്നിതാ, തിടുക്കമേറുന്നിതാ, ആരെയും മയക്കിടുന്ന പാരിജാത പരിമളം ഇതാ. കാത്തിരുന്നു കാത്തിരുന്നു കാലമേറെയായി നിന്നെ താലി കെട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. എടുത്തു കൊട്ടിയൊന്ന് ആടിടാ, നിന്റെ ചുണ്ടിലുള്ള ചെപ്പിലുള്ള കുങ്കുമം കവർന്നിടാ. എന്നലായി മെല്ലെ ഞാൻ തലോടിടാ, കണ്ണുകൊണ്ടു കണ്ണറിഞ്ഞു കള്ളനൊട്ടം നോക്കിടാ. മേള ഇന്ന് പാറിടുന്ന പട്ടമെന്ന പോലെ വിണ്ണിലേക്ക് ഉയർന്നിടുന്നു ഞാൻ. അന്നു കണ്ട സ്വപ്നം ഇന്ന് പൂവണിഞ്ഞിടാനായി ആറ്റ് നോറ്റിരിക്കുകയാണ് ഞാൻ. കൊതിച്ചതെല്ലാം ഇതാ വിളഞ്ഞു പൊങ്ങി നിൽക്കും കരിപ്പ് തുണ്ടു നീയെ, നിനക്ക് നൽകാമെന്നും എന്റെ ഉള്ളിലുള്ള സ്നേഹമെന്നു ഞാൻ. കാത്തിരുന്നു കാത്തിരുന്നു കാലമേറെയായി നിന്നെ താലി കെട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. ചേർത്ത് വെച്ച പൂങ്കിനാക്കൾ കൊണ്ടു നല്ല മാല കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ.
നിന്റെ അന്തകൻ. എന്താടാ നീ പറയുന്നത്? തട്ടുകടയുടെ അടുത്ത് വെച്ച് നിന്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചത് ഞങ്ങൾ. ആരോ ഒരുത്തം വന്ന് അവളെ രക്ഷിച്ചോണ്ട് പോയി. ഇത്തവണ ആര് വിചാരിച്ചാലും ശരി അവളെ രക്ഷിക്കാൻ കഴിയില്ലടാ. ഇനി 1 മണിക്കൂറിനുള്ളിൽ അവളെ കൊന്നിരിക്കും. ഹലോ ഹലോ, എന്തു പറ്റി അങ്കിൾ? ഒന്നുമില്ല മോനെ, മൂത്ത മോളെ പിരികയല്ലേ. മകളെ കല്യാണം കഴിച്ചേക്കുമ്പോ സന്തോഷം കൊണ്ട് കണ്ണീര് വരാം, പക്ഷെ ടെൻഷൻ കൊണ്ട് വേർക്കാറില്ല. കാര്യം പറയാങ്കിൽ ബിസിനസ്സിൽ ചെറിയ ഡിസ്റ്റർബൻസ്. ചെറിയ ഡിസ്റ്റർബൻസ്? തട്ടുകടയിൽ വെച്ച് അക്ഷരയെ തല്ലിയത് ചെറിയ ഡിസ്റ്റർബൻസ് അല്ല. ബന്ധുക്കളെക്കാൾ കല്യാണത്തിന് ബോഡി ഗാർഡ്സ് ആണ് കൂടുതലെങ്കിൽ അത് ചെറിയ ഡിസ്റ്റർബൻസ് അല്ല. ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ഇത്രയും വേർക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ ഡിസ്റ്റർബൻസ് അല്ല. എന്താണെന്ന് പറയുന്നത്? വിട്ടുകളയെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു കളഞ്ഞേക്ക്. അങ്കിൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ആകർഷ ഇഷ്ടമാണ്. അവൾക്ക് വേണ്ടിയും അവളുടെ ഫാമിലിക്ക് വേണ്ടിയും എൻ്റെ ജീവൻ കൊടുക്കാനും അവരുടെ ജീവൻ എടുക്കാനും ഞാൻ ഒരുക്കമാണ്. അങ്കിൾ, ഞാൻ ജീവിതത്തെ ഇതുവരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. എടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഒന്ന് അറിയണമല്ലോ. അവർ തന്നിരിക്കുന്ന 1 മണിക്കൂറല്ലേ? ഈ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കും അങ്കിൾ. അതിലൊരു സംശയവും വേണ്ടെങ്കിൽ. എന്തിനാ ചേട്ടാ ഇങ്ങോട്ട് വന്ന്? ആരോ ഒരുത്തൻ ഫോൺ ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ ഭയന്ന് മാറേണ്ട ആവശ്യമുണ്ടോ? ഇത് ഭയമല്ല, ശ്രദ്ധയാണ്. നമ്മളിവിടെ ഉണ്ടാവുന്നവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. അവിടെയുള്ള പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? അവര് പെണ്ണിനെയാണ് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ മാരേജ് കഴിഞ്ഞ് ഒരിക്കലും അങ്കിളിനെ വിളിച്ചിട്ടുമുണ്ടാവില്ല, ഫോൺ ചെയ്തിട്ടുമുണ്ടാവില്ല. വാർണിംഗ് തന്നിട്ട് കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് ഈ സ്ഥലം നന്നായിട്ട് അറിയാമെന്ന് ഉറപ്പാണ്. ഇതൊരു പുതിയ സ്ഥലമായതിനാൽ ഇങ്ങോട്ട് വരുന്ന ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും. ഒരുപക്ഷെ ഇങ്ങോട്ട് വന്ന് റിസ്ക് എടുക്കാനാണെങ്കിൽ ഇവിടുന്ന് ഒരുത്തനും പ്രാണനും കൊണ്ട് തിരിച്ചു പോവില്ല. ഇവൻ പറയുന്നൊക്കെ കാര്യമാക്കുന്ന എന്തിനാ? ഇവനാരാ? ഇവനിവിടെ എന്ത് ചെയ്യാനാ? ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, കഴുതയുടെ 1 കുടം പാലിനേക്കാൾ പശുവിന്റെ 1 തുള്ളി പാലിനാണ് ഗുണം കൂടുതൽ. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വിവരമില്ലെന്ന് മനസ്സിലായി. അട്ടഹസിക്കാനല്ലാതെ തലയ്ക്കകത്ത് ആൾതാമസമില്ലെന്ന്. മടക്കഴുതകൾക്ക് പടക്കുതിരകളോട് മത്സരിക്കാനാവില്ലെന്ന് കേട്ടിട്ടില്ലേ? ഡയറക്റ്റായി നിന്നെ കൊന്ന നീ സമാധാനത്തോടെ ചാകും. ഓരോ നിമിഷവും നീ മരണത്തെ പറ്റി പേടിച്ചുകൊണ്ട് ചാകണം. അതുകൊണ്ടാ പറഞ്ഞിട്ട് കൊല്ലാൻ പോകുന്നത്. ഏയ്, ആരാടാ നീ? നീ ആരാണെന്ന്? എന്താടാ നീ ഭീഷണിപ്പെടുത്താണോ? ആരെയെങ്കിലും കൊല്ലാൻ നടക്കുന്നവന് 5 മിനിറ്റ് ഇടവിട്ട് ഫോൺ ചെയ്യാൻ നിൽക്കൂടാ. കണ്ണിൽ നിന്ന് തീ പാറിച്ചുകൊണ്ട് വാൾ ഊരിയെടുത്ത നെഞ്ചത്ത്
ഓർത്തു നോക്കാൻ. പവർ പ്രോജക്റ്റിൽ കൊന്ന IAS ഓഫീസറുടെ കുടുംബമാണോ? ഇനിയും റോഡ് പ്രോജക്റ്റിന് വേണ്ടി ഒരു കുടുംബത്തെ തകർത്തിരുന്നു. അവരാണോ നിങ്ങൾ? ലക്കില്ലാതെ താൻ ചെയ്ത തെറ്റുകൾ തുടരെ ചെയ്ത പാപം തന്നെ കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ല. ആദിത്യപുരത്തെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ കുറിച്ച് അമ്മുവിനെ ഓർമ്മയുണ്ടോ നിനക്ക്? എന്റെ തെറ്റ്, എന്റെ ക്രൂരത, തെറ്റ്. ഞാൻ സമ്മതിക്കുന്നു. എന്നെ കൊല്ലരുത്, എന്നെ രക്ഷിക്കണം പ്ലീസ്. എന്നെ കൊല്ലരുത്. മനുഷ്യനോട് ക്ഷമിക്കുന്നത് ദൈവം മാത്രമാണ്. ഞാൻ ദൈവവുമല്ല, എനിക്ക് ക്ഷമിക്കാനും അറിയില്ല. എന്നാ അവരേക്കൊന്ന് കാണാൻ വരുന്നു. മുത്തശ്ശി, എന്നെയും കല്യാണത്തിന് കൊണ്ടുപോണേ. ജെന്റിൽമെൻ, ദാറ്റ്സ് ഹിം. കൊല്ലപ്പെട്ടയാള് സാധാരണക്കാരനല്ല. മുല്ലപ്പള്ളി നാഗഭൂഷണം, പ്രമുഖ കോൺട്രാക്ടറും പിന്നെ ഇൻഡസ്ട്രിയലിസ്റ്റും. ഇത് ഒഫീഷ്യലാ. അൺഒഫീഷ്യലായിട്ട് ധാരാളം രാഷ്ട്രീയക്കാരുടെ ബിനാമി. ഏതായാലും നമ്മളുടെ ജോലി നമ്മൾ ചെയ്തേ പറ്റൂ. ഇത്തവണ കുറച്ചുകൂടി ശ്രദ്ധിക്കണം നമ്മൾ. നല്ല ടൈറ്റ് സെക്യൂരിറ്റിയിലായിരിക്കണം നമ്മുടെ ഇപ്രാവശ്യത്തെ അറ്റാക്ക്. അവൻ വലിയ പുലിയാണെന്നാ കേട്ടത്. ഓർമ്മ വെച്ചത് മുതൽ പഠിത്തത്തിനു വേണ്ടി ഞാൻ അച്ഛനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. പഠിത്തം കഴിഞ്ഞപ്പോൾ അച്ഛനില്ലാതെയായി. ആസ്തി വർദ്ധിക്കുന്നതോടെ ശത്രുക്കളും വർദ്ധിക്കുമെന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. സോറി ആകർഷ, അങ്കിളിനെ രക്ഷിക്കാൻ ട്രൈ ചെയ്യാനല്ലാതെ വിടില്ല. ഒരുത്തനെ ഞാൻ വിടില്ല. വേണ്ട രാമു, നീ എന്ത് ചെയ്താലും എൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാനാവില്ല. ഈ സമയത്ത് നിന്നെ കൂടി എനിക്ക് നഷ്ടപ്പെട്ട എനിക്കത് സഹിക്കാനാവില്ല. എന്താടാ ഈ സൺഡേയിലും കോളേജിൽ വന്നിരിക്കുന്നേ? ആ മുത്തശ്ശി വിടാതെ ഫോൺ ചെയ്തോണ്ടിരിക്കുക. നിന്നെയാണെ കാണുന്നുമില്ല. എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നേ? മുത്തശ്ശി, അവനെ കിട്ടി. ഇതാ സംസാരിച്ചോ. എവിടെ പോയടാ പൊന്നുമോനെ? പ്രേമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ? ഈ പരിതസ്ഥിതിയില് അവളെ നീ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയാണോ?
നടന്നതൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല മുത്തശ്ശി. ഇന്നവളുടെ പിറന്നാളാ. കാലത്ത് മുതൽ അവൾ ഒന്നും കഴിച്ചിട്ടില്ല. അവളെ ആശംസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ആശ്വസിപ്പിക്കാനെങ്കിലും വന്നാലെന്താ? എത്ര നേരം ഇങ്ങനെ ഇരിക്കുന്നേ? പാർട്ടി ഇല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് കേക്ക് ഒന്ന് കട്ട് ചെയ്യാൻ വാ പ്ലീസ് ഡാ. എനിക്ക് വല്ലാതെ വിശക്കുന്നു. പ്ലീസ് എന്നെ ഒറ്റയ്ക്ക് വിട്ടേക്ക്. ഒറ്റയ്ക്ക് വിടാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ നിങ്ങക്ക്? നിനക്ക് വേണ്ടിയല്ലെങ്കിലും നിന്റെ ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. എല്ലാവരെയും ഞാൻ മനസ്സിലാക്കണം, എന്നെ ആരും മനസ്സിലാക്കില്ല. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, ഒരു തവണയെങ്കിലും ഒന്നിച്ചിരിക്കണം. ഹലോ, ഞാൻ ക്രൈംബ്രാഞ്ച് ACP സംസാരിക്കുന്നത്. പറയൂ. നിങ്ങളുടെ അച്ഛന്റെ മരണത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്. നാളെ എന്റെ ഓഫീസിലേക്ക് വരൂ. ശരി സർ.
Sorry for the disturbance, guys. I am Avinash, Special Investigation Officer, Crime Branch. You are under arrest. ഏയ് എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? രാമു, ഐ ആം റിയലി സോറി. ഇതെന്റെ ഫാമിലി ഫ്രണ്ടാ. അച്ഛന്റെ കേസ് ടേക്കൺ ചെയ്തിരിക്കുക. മെയിൻ വിറ്റ്നസിനെ തേടി ഇറങ്ങിയതാ. എന്നെ ഇതേപോലെ ഇന്നലെ പേടിപ്പിച്ചു. ഹലോ സർ. ഞാനിപ്പോ വരാം. വാ. ട്രെയിനിങ്ങിലെ ഞങ്ങളുടെ ആദ്യത്തെ പാഠം സാക്ഷി എന്തുകൊണ്ട് കൊലപാതകയായിക്കൂടാ എന്ന് മുഖം നോക്കി കണ്ടുപിടിക്കലാണ്. നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചതാ. നിങ്ങൾക്ക് ഒരു റിയാക്ഷനും ഇല്ല. എന്റെ റേഞ്ചിലുള്ള ആക്ഷൻ അല്ലാതെ ഞാൻ റിയാക്ട് ചെയ്യാറില്ല. നിങ്ങളുടെ കോൺടാക്ട് നമ്പർ? രാമു ഫോൺ യൂസ് ചെയ്യില്ല. ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. വെരി സ്ട്രേഞ്ച്. ഞാൻ അറിഞ്ഞിടത്തോളം ടെലിഫോൺ കണ്ടുപിടിച്ചിട്ട് ഏതാണ്ട് 200 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാ നിങ്ങള് കാല് പിടിക്കുന്നതും കാറ്റത്ത് സംസാരിക്കുന്നതും എനിക്കിഷ്ടമല്ല. എനിക്കൊരുത്തനെ കാണണമെന്ന് തോന്നിയാൽ ഞാൻ അവനെ കണ്ടിരിക്കും. അതിന് എന്ത് വില കൊടുക്കാനും ഞാൻ മടിക്കാറില്ല. മൈ ഗോഡ്, തന്നെ പിടികിട്ടുന്നില്ലല്ലോ. കിട്ടിയിട്ട് എന്താക്കാനാ? ഐ മീൻ കിട്ടിയിട്ട് എന്താ പ്രയോജനം? ഇനി ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് ഇതിലൂടെ ആയിരിക്കും. എനിക്കിത് ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ എനിക്ക് ആവശ്യം. വെച്ചോളൂ. മുല്ലപ്പള്ളി നാഗഭൂഷണം 3 തവണ നിങ്ങളെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് അല്ലേ? അതെ സർ, മകളുടെ വിവാഹത്തിന് പോകുമ്പോഴാണ് അത് നടന്നത്. ആ അറ്റാക്കിൽ മുറിവേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അർജന്റായിട്ട് അവരെ കാണണം. അവരെ കൂട്ടിക്കൊണ്ടുപോവാം. ഒരു ചെറിയ കാര്യം പോലും വിടരുത്. എവറി മൈന്യൂട്ട് ക്ലൂ എനിക്കത് ആവശ്യമുണ്ട്. എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞത്? എനിക്കറിയില്ല. അവിനാഷ് അർജന്റായിട്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഡാഡി കേസിൽ എന്തോ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടെന്ന്. ഇയാളെ നിനക്കറിയോ? അതെന്താ? ശരിക്കും നോക്ക്. ആദ്യം അങ്കിളിനെ അറ്റാക്ക് ചെയ്ത് ഇവനാ. അത് മിസ്സായി. അതുകൊണ്ട് രണ്ടാമതും ട്രൈ ചെയ്തു. തീർച്ചയായിട്ടും ഇവൻ തന്നെ ചെയ്തത്. എന്തു പറയുന്നു? ഒരു തവണ നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും നോക്കിയാൽ അത് മനസ്സിലായെന്ന് തോന്നുന്നു. ആലോചിച്ച് നോക്ക്. നൈസ് അപ്രോച്ച്. ഞാൻ എപ്പോഴും പോലീസിനെ പോലെ ആലോചിക്കുന്നവനാ. നീയാണെങ്കിൽ ക്രിമിനലിനെ പോലെയാണ് ആലോചിക്കുന്നത്. ക്രിമിനലോ? അതല്ല രാമു, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. എന്തല്ലെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് വിളിച്ചോണ്ട് വന്നിട്ട് ഇൻട്രോഗേഷൻ നടത്തുക. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ എന്തിനാ എന്നെ കെട്ടിയേപ്പിച്ചത്? ഞാൻ പറഞ്ഞിട്ടാണോ ഇതെനിക്ക് തന്നത്? പ്ലീസ് കാം ഡൗൺ. അതല്ല ആകർഷ, എന്റെ കൺമുന്നിൽ വെച്ച് അവർ അങ്കിളിനെ അറ്റാക്ക് ചെയ്തപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ടി വന്നു. ആ മരണം ഇപ്പോഴും എന്റെ കൺമുന്നിൽ നിന്നും മായാതെ നിൽക്കുക. റിയലി സോറി. നീയും ഞങ്ങളുടെ ഫാമിലി മെമ്പർ പോലെയല്ലേ? ഐ നോ. പ്ലീസ് റിലാക്സ്. ഈ കേസൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് 3 പേർക്കും പുറത്തുപോയി ഭക്ഷണം കഴിക്കാം. മൈ പ്രഷർ പ്ലീസ്. ജീപ്പിൽ എനിക്കൊരു കുറ്റവാളിയെ പോലെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ നിന്റെ കാറിൽ വരാം. പ്ലീസ് പോവാം. അയാളെ നിനക്ക് നേരത്തെ അറിയാം. ആ സാറിനെ എങ്ങനെ അറിയാതിരിക്കാനാ? ഏയ് ആകർഷ, 1 മിനിറ്റ്, ഞാനിപ്പോ വരാം. ഞാനും ആകർഷയും കല്യാണം കഴിക്കണമെന്നായിരുന്നു വീട്ടുകാർക്ക്. ചെറിയൊരു ഏജ് വ്യത്യാസം. പ്രായം കുറഞ്ഞ ആണുങ്ങളെയല്ലേ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഇഷ്ടം. നടക്കട്ടെ. കൺഗ്രാറ്റ്സ്. അതെന്തിനാ കൺഗ്രാറ്റ്സ്? നിങ്ങൾക്ക് ഫീലിംഗ് ഒന്നുമില്ലേ? ഐ മീൻ നിങ്ങളും ആകർഷയും തമ്മിൽ ഫീൽ ആവാനുള്ള ഫീലിങ്സ് ഒന്നും ഞങ്ങൾ തമ്മിലില്ല. ഓ ഐ സീ, നോ ഫീലിങ്സ്. പിന്നെ നീയും ആകർഷയും തമ്മിൽ പരിചയപ്പെട്ടത് എങ്ങനെ? ഒരേ കോളേജിലായിരുന്നോ? എന്റെ വീട്ടിൽ ആശ എന്ന് പറഞ്ഞൊരു പെണ്ണ് താമസിച്ചിരുന്നു. അവളും ആകർഷയും കോളേജ് മേറ്റ്സാ. അങ്ങനെ ഫ്രണ്ട് ആയതാ. ആശ നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതാണോ അതോ നീ തന്നെ പരിചയപ്പെട്ടതാ? അവള് പരിചയപ്പെടുത്തി. അത് ശരി.
എന്നാൽ ആകർഷയുടെ വിവരം തന്നില്ലെങ്കിൽ അവളുടെ ഹാൾ ടിക്കറ്റ് മോഷ്ടിക്കും എന്ന് പറഞ്ഞ എന്തിനാ? അതിനെ കുറിച്ച് എന്ത് പറയും? അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നുമല്ല, വെറുതെ കാഷ്വൽ ആയിട്ടൊരു ജോക്ക് പറഞ്ഞു. കാഷ്വൽ ആയിട്ട് ജോക്ക് പറയും, സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യും. കൂടെ വന്ന ബോഡി ഗാർഡ്സ്, ടൈറ്റ് സെക്യൂരിറ്റി എല്ലാവരും പോയി. എന്നാൽ നീ മാത്രം ജീവനോടിരിക്കുന്നു. ഗ്രേറ്റ്. കൊല്ലുന്നത് വേറെ, തല്ലുന്നത് വേറെ. തല്ലുന്നവന് ദേഷ്യമായിരിക്കും, കൊല്ലുന്നവന് പകയായിരിക്കും. കോപത്തോടെ തല്ലാൻ വരുന്നവനെ നമുക്ക് തടയാൻ കഴിയും, എന്നാൽ പകമൂത്ത് കൊല്ലാൻ വരുന്ന ഒരുത്തനെ തടയാൻ കഴിയില്ല. നീ തനിച്ചല്ല, 3 പേർ. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കെച്ച് പൂർത്തിയായി കഴിഞ്ഞാൽ പാക്ക് ചെയ്യും ഞാൻ. നിന്നെക്കുറിച്ചും നിന്റെ ഫാമിലിയെ കുറിച്ചുമുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. അമ്പമ്പമ്പമ്പ, എത്ര ഭംഗിയായിട്ട് നീ അഭിനയിക്കുന്നു. ഹാറ്റ്സ് ഓഫ്. സമ്മതിച്ചിരിക്കുന്നു, അഭിനയത്തിൽ നിന്നാരും കവച്ചു വയ്ക്കില്ല. ഇത്രയും സമർത്ഥമായി പ്ലാൻ ചെയ്തവൻ എന്റെ ആകർഷണം കല്യാണ കാര്യത്തിൽ കുടുങ്ങി. എന്റെ മുമ്പിൽ പേഴ്സണലായിട്ട് കീഴടങ്ങിയ ഞാൻ വിളിച്ചോണ്ട് പോകും. ആകർഷ ഇവിടേക്ക് വരുന്നതിന് മുൻപ് മര്യാദയ്ക്ക് നീ എന്റെ കൂടെ പോരും, ഇല്ലെങ്കിൽ പൊക്കി എടുത്തോണ്ട് പോകും. അവനെ വിശ്വസിക്കരുത്, അവനാണ് നിന്റെ അച്ഛനെ കൊന്നത്. ഇനിയൊരു അക്ഷരം പറഞ്ഞ് ഇവിടെയും കൊന്നുകളയും. നിനക്കെന്നെ തൊടാൻ കിട്ടില്ല. സമയം വരുമ്പോ നമുക്ക് നേരിട്ട് കാണാം. See you again, officer. നീ മറ്റൊരു തെറ്റ് കൂടി ചെയ്യുകയാണ്. You are doing another crime. ഹലോ, കൺട്രോൾ റൂം. ഓർത്തേക്ക്. സ്പീഡ് കൂട്ടണം. പോലെ നിങ്ങൾ ഞാൻ വിശ്വസിച്ചത്. കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് നീ എന്റെ അച്ഛനെ കൊന്നു. ഇതിനൊക്കെ കാരണക്കാരി ഞാൻ തന്നെയാ. ആരാ എന്നെ വിളിച്ചോണ്ട് പോയത്? നീയല്ലേ എന്റെ അടുത്ത് വന്നത്. ഞാൻ നിന്നെ വിശ്വസിപ്പിച്ചു. ഞാൻ തന്നെ എന്റെ പ്ലാൻ പ്രകാരം പക വീട്ടാൻ വേണ്ടി നിന്റെ അച്ഛനെ കൊന്നു. നിന്റെ ചേച്ചിയുടെ നിശ്ചയത്തിന്റെ അന്ന് തന്നെ കൊല്ലാമായിരുന്നു, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അന്ന് നിന്റെ അച്ഛൻ എന്റെ ആളുകളെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ തന്നെ വന്ന് തീർത്തത്. ഇത്ര നല്ല മനുഷ്യനെ കൊല്ലാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നു? എന്റെ അച്ഛൻ എത്ര പേർക്ക് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? എക്സാക്ട്ലി. നിന്റെ അച്ഛൻ എത്ര പേരെ എന്ത് ചെയ്തു എന്ന് നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാമത്. പണത്തിന് വേണ്ടി സ്വന്തം മകന്റെ മരണം പോലും മറന്നുപോയ മഹാനീചനാണ് നിന്റെ അച്ഛൻ. നന്മ എന്താണെന്ന് അറിയണമെങ്കിൽ നീ ആദ്യം പൊള്ളാച്ചിക്കടുത്തുള്ള ആദിത്യപുരത്തെ കുറിച്ച് അറിയണം. ആത്മാർത്ഥതയും സന്മനസ്സുമുള്ള കുറച്ച് മനുഷ്യരെ കുറിച്ച് അറിയണം. അവരുടെ ആശാകേന്ദ്രമായ അമ്മുവിനെ കുറിച്ച് അറിയണം. ചേട്ടനാണ് അതിന്റെ മുഴുവൻ ചുമതലയും. ഞാൻ ഹൈദരാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയ ഞങ്ങളെ വളർത്തിയത് മുത്തച്ഛനായിരുന്നു. പായസം മാത്രമല്ല ഉള്ളത്, ലഡു കൂടിയുണ്ട്. എന്താ ചേച്ചി ഇത്? ഇവിടെ മുത്തച്ഛന്റെ അല്ലേ? എനിക്കെന്തിനാ ഇതൊക്കെ തരുന്നേ? എന്താ മുത്തച്ഛ ഇത്? നീ അതിന് വർഷത്തിൽ ഒരിക്കലല്ലേ ഇവിടെ വരൂ, അതും എന്റെ ബർത്ത്ഡേക്ക്. അതിനു വേണ്ടി 1 വർഷം ഞാൻ കാത്തിരിക്കേണ്ടി വരും. ഇമോഷനൊക്കെ വിട്ടിട്ട് നമുക്ക് തമാശയോടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. എന്ത് പറയുന്നു?
നിന്റെ അമ്മയുടെ നാടായ ആദിത്യപുരത്തു നിന്നൊരു ഫോൺ വന്നിരുന്നു. പ്രതിവർഷം നടത്താറുള്ള ശ്രീരാമനവമി നിന്റെ അമ്മയുടെ സ്ഥലത്ത് വളരെ ഗംഭീരമായിട്ട് നടത്താനുള്ള തീരുമാനത്തിലാ. എന്നാൽ ആ ആചാരങ്ങളൊക്കെ ജനങ്ങൾ മറന്നുകൊണ്ടിരിക്കുക. എന്നാ ഇത്തവണ ഞാൻ പോവാം മുത്തശ്ശ. നീ പോകുന്നോ? അതെ മുത്തശ്ശ, ആദിത്യപുരം കാണുന്ന എൻ്റെ അമ്മയെ കാണുന്ന പോലല്ലേ, അതാ പോവാന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആദിത്യപുരത്തേക്ക് പുറപ്പെട്ടു. എടാ, നമ്മൾ കറക്റ്റായിട്ട് ഈ ട്രെയിനിൽ തന്നെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു കാലഘട്ടം തന്നെ മിസ്സായി പോയ. അതിന് നമ്മൾ ട്രെയിനിൽ കയറിയില്ലേ, പിന്നെന്താ? അതുപോലെ ഈ ട്രെയിനിൽ തന്നെ കയറിയില്ലായിരുന്നെങ്കിൽ ജീവിതം തന്നെ പാഴായി പോയേനെ. നീ ഏതെങ്കിലും പെണ്ണിനെ കണ്ടോ? വെറും ഒരു പെണ്ണല്ലടാ അവള്. അവളെ കണ്ടപ്പോ തന്നെ ഞാൻ ആകെ സ്തംഭിച്ചു പോയി. ഇനിയുള്ള എന്റെ ജീവിതം അവൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. സൗന്ദര്യലഹരി സുരസുന്ദരി. RAC-കാരന് ആദ്യം സീറ്റ് കൊടുക്കാതെ ആ ചെറുപ്പക്കാരനെ എങ്ങനെ നിങ്ങൾ ബർത്ത് അലോ ചെയ്തേ? അതാ എനിക്ക് അറിയേണ്ടത്. അതെ, അയാളുടെ അച്ഛൻ ഇവിടെ രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടുള്ള ആളാ. അയാൾക്കെതിരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. കറപ്ഷൻകാരുടെ രാജ്യമായി പോയത്. കാശുണ്ടെങ്കിൽ ആർക്കും എന്തോ എളുപ്പത്തിൽ നേടാം. നിങ്ങൾ എന്റെ ബർത്ത് എടുത്തോളൂ. സാരല്ല, എടുത്തോളൂ. ഇവിടെ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം ഞാൻ. ഇവിടെ അടിപൊളി പീസാണല്ലോടാ. അടുത്ത് പോയിരുന്ന പൊട്ടിത്തെറിക്കൂടാ. ഏത് രീതിയിലും നമ്മൾ അവളെ വളച്ചൊരിക്കും രഞ്ജിത്ത്. എന്തെങ്കിലും വഴി ആലോചിച്ച് കണ്ടുപിടിക്കാൻ പോ. അളിയ, അഭിനയിച്ച് കൊളവാക്കരുത്. തകർത്ത് കളയാം. ഇന്ന് ഞാനൊരു ശിവാജി ഗണേശനെ അല്ല MGR-നെ ഇവിടെ കൊണ്ടുവരും. മൾട്ടി സ്റ്റാറിന്റെ സിനിമയൊന്നും വർക്കൗട്ട് ആവില്ലടാ. വേറെ എന്തെങ്കിലും ഫിക്സ് വാടാ, വെളിയിൽ വാ. എടാ, വെളിയിൽ വരാൻ. തണുത്ത വെള്ളം ചോദിച്ചപ്പോൾ കാലിക്കുപ്പി കൊണ്ട് തരുന്ന റാസ്കൽ. എന്തായാലും വെള്ളം കിട്ടിയാ പോരെ മുതലാളി. എന്താടാ, കൂളിംഗ് വാട്ടർ ചോദിച്ചപ്പോ ചൂടുവെള്ളം തല്ലരുത് മുതലാളി. എന്നോട് നിനക്ക് ഭക്തിയില്ല, പേടിയില്ല, അനുസരണയില്ല. അഹങ്കാരിയാ നീ. കൂടുതൽ അഭിനയിച്ച് കൊളവാക്കല്ലടാ. ആയോ? ഈ ട്രെയിനിൽ നിനക്ക് ബെർത്തുമില്ല. എന്റെ അടുത്ത് നിനക്ക് ഇനി മുതൽ ജോലിയുമില്ല. ഇറങ്ങിപ്പോടാ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ഞാൻ ഒരു തടവ് തന്നാൽ 100 തടവ് തന്നോളേ. നീ ഇനി കൊണ്ടുവന്ന മുട്ടാലിലൊടിക്ക് ഞാൻ. എന്തു പറ്റി? തനിച്ചിരുന്ന് കുറച്ചു നേരം ഞാനൊന്ന് കരഞ്ഞോട്ടെ. ഓക്കെ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ കൂടി കരയിക്കേണ്ടെന്നാ. വെള്ളം ചോദിച്ചതിന് അയാൾ ഇങ്ങനെയൊക്കെ എന്നെ ചീത്ത പറയാൻ കൊള്ളൂ. ആരാത്? കേണൽ രാജരാജവർമ്മയുടെ പേരക്കുട്ടിയാ. അപ്പോ അയാൾ ആദിത്യപുരത്തുകാരനാ. എന്റെ നാട്. ആഹാ. എന്നാൽ അവര് നാട് വിട്ടു പോയിട്ട് ഒരുപാട് കാലായി. നിങ്ങളാരാ? ഓൾറൗണ്ടർ. ആ, അതായത് മുതലാളിക്ക് വെള്ളമാണെങ്കിൽ വെള്ളം കൊടുക്കണം, ക്വാർട്ടർ ആണെങ്കിൽ ക്വാർട്ടർ കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് വേണോ, ബെഡ്റൂമിൽ ബെഡ്ഷീറ്റ് വേണോ, ഇതെല്ലാം ഞാനാ എടുത്തു കൊടുക്കുന്നത്. പരിചരിക്കുന്നൊരു എടുത്തുകൊടുപ്പുകാരന്. അയാളെ ഇത്ര വളർത്തിയത് പോലും ഞാനാ. പണത്തിന്റെ അഹങ്കാര. ട്രെയിൻ യാത്രയിൽ പോലും ജോലിക്കാരില്ലാതെ പറ്റില്ല അയാൾക്ക്. അയ്യോ, മറന്നു. ഞാൻ വെള്ളമെടുക്കാൻ വന്നതാ. നിങ്ങളെ കണ്ടിങ്ങനെ
എന്തൊരു സുന്ദരിയാ നിങ്ങൾ. എന്ത്? അതല്ല, നിങ്ങൾ ടി ടിയെ കുടയിൽ നിന്നപ്പോ ഞാനങ്ങ് ഫാനായി പോയി. സാരല്ല, ഇവിടെ ഇരുന്നോളൂ. അല്ല, മറ്റുള്ളവരോട് നിങ്ങൾക്ക് വളരെ സഹാനുഭൂതിയാണല്ലേ. മദർ തെരേസയെ പോലെ നോബൽ സമ്മാനം നിങ്ങളെയും തേടി വരുമെന്നാ തോന്നുന്നത്. പണമുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നതിൽ അർത്ഥമില്ല. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവനാണ് മനുഷ്യൻ. കുറെ നേരം ഇത് സഹിക്കും. വേണ്ട, എന്താ മറ്റുള്ളവരെ നിങ്ങൾ ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ധാരാട്ട് പാടി തരണോ? ഞാൻ പറയാം, ഇതൊക്കെ നിർത്തി നിങ്ങളൊന്ന് ഉറങ്ങിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. നന്നായിരിക്കുന്ന ആർക്കാ? നിങ്ങൾക്കാ? ഞങ്ങൾ ഉറക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? എന്താണ് അനാവശ്യം പറയുന്നേ? പെണ്ണുങ്ങളോട് പരാക്രമം പാടില്ല. പൊക്കോ, ഞാൻ നോക്കിക്കോളാം. അണ്ണാ, അവൻ പറയുന്ന കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. എന്റെ പൊന്നണ്ണ, അവളൊരു പെണ്ണല്ലേ, നമുക്ക് ഇങ്ങോട്ടിരിക്കാം, വാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ അണ്ണാ. ഗുഡ് നൈറ്റ് അണ്ണാ. ശരി അണ്ണാ. സ്വീറ്റ് ഡ്രീംസ്. ടേക്ക് കെയർ. അവര് സൈലന്റ് ആയി പോയല്ലോ. എന്താ ചെയ്തേ? ഞാൻ ആരാണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത. ഓഹോ, കേണൽ രാജരാജവർമ്മയുടെ ആശ്രിതനാണെന്ന് പറഞ്ഞോ? അതെ അതെ. അമ്മോ, അവള് ഞങ്ങളുടെ സ്കൂൾ ടീച്ചറിന്റെ മോളാ. കളക്ടറോട് തർക്കിച്ച അവളീ നാട്ടുകാർക്ക് ഒരു റോഡ് സംഘടിപ്പിച്ചു കൊടുത്തത്. നമ്മുടെ നാട്ടിലെ പിള്ളേര് പട്ടണത്തിൽ പോയി പഠിക്കാൻ സൗകര്യമില്ലാതെ ഇവിടെ തന്നെ പഠിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിൽ ഒരു നല്ല വാട്ടർ ടാങ്കോ ഹോസ്പിറ്റലോ ഇല്ലാതെ പോയി. എന്തുകൊണ്ട്? മണ്ണ് ലോറി, സിമന്റ് ലോറി ഇവ വരാനുള്ള നല്ലൊരു റോഡ് പോലും ഇവിടെ ഇല്ല. എന്റെ അടുത്ത് ക്വാർട്ടറേ ഉള്ളൂ. എന്തുകൊണ്ടാ? ഹാഫിന് പൈസ ഇല്ലാത്തതുകൊണ്ട്. അത്രേ ഉള്ളൂ. എടാ അപ്പുണ്ണി, അമ്മുമോളെ ഡിസ്റ്റർബ് ചെയ്താ നിന്റെ ആധാർ കാർഡ് ഞാൻ ക്യാൻസൽ ചെയ്തോളെ, ഓർമ്മ വെച്ചോ. അവളാണ് ഈ പ്രശ്നങ്ങളൊക്കെ നോക്കി കണ്ട് പരിഹരിക്കുന്നത്. അങ്ങനെയില്ലെങ്കിൽ അവള് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവരുടെ ഫാമിലി തടയില്ലേ? അവരെന്ത് തടയാനാ? നാട്ടുകാർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇവള് ചെയ്യാറുള്ളൂ. നീ ഇങ്ങനെ നാട്ടുകാരുടെ കാര്യങ്ങൾ നോക്കി നടന്നു. മറ്റുള്ളവരുടെ കാര്യം മാത്രമല്ല, സ്വന്തം കാര്യം കൂടി നോക്കാൻ പഠിക്കണം. ഈ അമ്മു അത്ര ഒരു പെണ്ണല്ല. എന്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തിയിട്ടുമില്ല, അല്ലേ അച്ഛാ? അതെ മോളെ. നന്നായി. ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിഞ്ഞില്ല എന്നും പറഞ്ഞ ആളുകൾ കളിയാക്കുക. മറ്റുള്ളവർ എന്നെ പറ്റി പറയുന്നത് ഐ ഡോണ്ട് കെയർ. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നവളാ.